രേണുവിൻ്റെ ഈ ഒരു രംഗം കണ്ടല്ലോ, അതിന് റബ്ബിൻ്റെ പാട്ട് ഇട്ട് അതിൻ്റെ ആ ട്യൂൺ കൊടുത്തിരിക്കണ കേൾക്കണം. നമ്മുടെ പതിവ്രതയായ രേണു, അതായത് രേഷ്മ പി തങ്കച്ചൻ്റെ സീത്ത കേൾക്കാം. സീത്ത ചേട്ടനോട് എനിക്ക് നല്ല ആൻസർ പറയണമെന്നുണ്ട്, പക്ഷേ ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. ചേട്ടനിങ്ങ അടുത്ത് വന്നേ. നിർത്തി പോകുന്നില്ലടാ മയിരെ, വേണേ ബ്ലോക്കാക്കി പോടാ. ഇതാണ് രേഷ്മ പി തങ്കച്ചൻ. രേണു വന്നിരുന്നും കൊണ്ട് കിച്ചൂന രാഹുൽ ദാസ് എന്ന് പറയുന്നുണ്ടല്ലോ. രേണു അപ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് രേണു സുധി. ഈ രേണു എന്നുള്ള പേര് എന്നാണ് ഇട്ടത്? സുധി വന്നതിന് ശേഷമല്ലേ? അതുകൊണ്ടല്ലേ രേണു എന്നിട്ടിട്ട് അതിലോട്ട് സുധി എന്ന് ചേർത്ത് വെച്ചത്. ഇതിനെക്കാട്ടി അവകാശമുണ്ട് ആ മകനാണ് ഈ പേരിടാനുള്ളത്. കിച്ചു സുധി അല്ലെങ്കിൽ രാഹുൽ സുധി. പോട്ട് നീ പറയുന്നുണ്ടല്ലോ രേണു രാഹുൽ ദാസ് എന്ന്. അതുപോലെ നമ്മുടെ അച്ഛനെയും പറഞ്ഞിട്ട്, അച്ഛനെ എന്തൊക്കെയോ പറഞ്ഞ്, അതായത് ബിഷപ്പിനെ എന്തൊക്കെയോ പറഞ്ഞ് വിളിച്ച് എന്തോ മന്ത്രം പൊടിയൊക്കെ അങ്ങോട്ട് കലക്കി അച്ഛന് കൊടുത്ത്, അച്ഛനിന് എന്താണോ എന്തോ സംഭവിക്കാൻ പോണത്. കുറേ ദിവസം കൊണ്ട് സുധീലയത്തിലാണ് അച്ഛൻ. അച്ഛൻ്റെ കഷ്ടകാലം തുടങ്ങി എന്ന് വേണം പറയാൻ. സുധീലയത്തിലോട്ട് കയറിയിട്ട് അച്ഛന് പൊടിയൊക്കെ ഇട്ട് മയക്കി എടുത്ത് എന്തൊക്കെയോ നുണകളൊക്കെ പറഞ്ഞു കൊടുത്ത് രേണുവും തങ്കപ്പൻ ചേട്ടനും എല്ലാവരും കൂടെ, അതായത് കിച്ചുവിനെ മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് കയറി. ആരെങ്കിലുമൊക്കെ പറയണ കേട്ടിട്ടാണ് അച്ഛൻ പറയണത്. അപ്പോൾ അച്ഛൻ്റെ വാക്ക് കേൾക്കാം, അതായത് ബിഷപ്പിൻ്റെ വാക്ക് കേൾക്കാം. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റമൊന്നും ചെയ്യണ്ട. രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കും. അച്ഛൻ പറയണേട്ടാ രാഹുൽ ദാസ് എന്ന്. അത് രേണു പറഞ്ഞു വിട്ടതാണ്. രേണുവും തങ്കപ്പച്ചേട്ടന് എല്ലാവരും കൂടെ ഇരുത്തി ഷൂ മന്ത്രം ഇട്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ വിളിക്കണം, രാഹുൽ ദാസ് എന്ന് വിളിക്കണം കിച്ചുവിനെ. ഇതിനു മുമ്പ് ബിഷപ്പ് പറഞ്ഞുകൊണ്ടിരുന്ന എന്താണെന്ന് അറിയണ്ടേ? കിച്ചു മോനെ, കിച്ചു സുധി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം രേണു അതിനെ പോയി തിരുത്തി എഴുതിപ്പിച്ചു. ഇതിനാവോ പറയച്ചോ? രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണു സുധിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇത്രയും അവകാശമോ രേണുവിൻ്റെ അടുത്ത്? രേണുവിൻ്റെയും കുടുംബത്തിൻ്റെ അടുത്ത് ഈ ബിഷപ്പിന് ഇത്രയും അവകാശം തോന്നാൻ കാരണം എന്ത്? കിച്ചുവിൻ്റെ അടുത്ത് ചവിട്ടി താഴ്ത്താൻ വരണ്ടെന്ന്. വീട് കിച്ചുവിൻ്റെതാണല്ലോ, ബാക്കിയുള്ളവരല്ലേ അവിടെ കയറി കിടക്കണം. നമുക്ക് ബാക്കി കേൾക്കാം എന്തായാലും. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണു സുധിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ രേഷ്മ പി തങ്കച്ച ഇപ്പം രേണു സുധി എന്നാക്കി. കിച്ചുവിനെ ഇപ്പം എന്തോന്നാക്കി നമ്മളച്ഛൻ? രാഹുൽ ദാസ് ആക്കി. രാഹുൽ സുധീന്നിട്, അല്ലെങ്കിൽ കിച്ചു സുധീന്നിട്, അങ്ങനെയല്ലേ വിളിക്കാനുള്ളത്? കിച്ചു സുധി, നമുക്കെല്ലാവർക്കും അതാണ് ഇഷ്ടം. നമ്മളെല്ലാവരും അങ്ങനെ വിളിക്കൂ, കിച്ചു സുധി. വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട്? ഇത് ആരൊക്കെ വിളിച്ചു പറഞ്ഞെന്ന് രേണുവും പറഞ്ഞു കൊടുത്ത്, തങ്കച്ചനും പറഞ്ഞു കൊടുത്ത്, തങ്കച്ചി എല്ലാവരും കൂടെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ വേറെ ആരോ കൂടെ രേണുവിൻ്റെ ശിങ്കിടിയായിട്ടുള്ള വേറെ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത്. കിച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ്, കിച്ചുവിൻ്റെ പേരിൽ കേസുണ്ട്, മറ്റേ എന്തോ ഒരു പെറ്റി കേസാ. ആ വണ്ടി എടുത്തുകൊണ്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ അത്. അല്ലെങ്കിൽ തന്നെ അറിവില്ലാത്ത സമയത്ത്, ഇപ്പം അവന് 20-21 വയസ്സല്ലേ ഉള്ളൂ. അന്ന് രേണുവിൻ്റെ കൂടെ നിന്ന സമയത്ത് ഇത്ര പോലും അറിവില്ല. അന്ന് കൊച്ചു മകനല്ലേ, 11 വയസ്സിൽ രേണുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് രേണുവിൻ്റെ കയ്യിൽ കിട്ടി എന്ന് രേണു പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഈ 11 വയസ്സിൽ രേണുവിൻ്റെ കയ്യിൽ കിട്ടിയെങ്കിൽ എന്തുകൊണ്ട് കിച്ചു
കിച്ചു ഇങ്ങനെയുള്ള വേലയിൽ പോട്ടെ, എന്ത് കാര്യം ആവട്ടെ. എന്തുകൊണ്ട് രേണു മര്യാദ പഠിപ്പിക്കാത്ത? അത് പിന്നെ രേണുവിന് വല്ലതിന് സമയമുണ്ട്? രേണു എന്നെ അല്ലാത്ത രീതിക്കാണ് നടക്കുന്നത്. പിന്നെയാണ് ഇനി കിച്ചുവിൻ്റെ കാര്യം നോക്കാൻ. ഇപ്പം വന്നിരുന്ന് പറയുന്നുണ്ടല്ലോ, കിച്ചു എങ്ങനെയാണ്, കിച്ചു അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. കിച്ചു അങ്ങനെ ഇങ്ങനെയൊന്നും ചെയ്യൂല എന്ന് നമുക്കറിയാം. നല്ല മര്യാദയുള്ള, നല്ല ഡീസൻ്റായ നല്ല കുട്ടിയാണ്. സ്വന്തമായിട്ട് തന്നെ അവൻ ഓരോ ജോലികൾ ചെയ്ത് ജീവിക്കണത്, അല്ലാതെ രേണുവിനെ കഷ്ടപ്പെടുത്താൻ വരുന്നില്ല. രേണു പറയുന്നുണ്ട് മുമ്പൊക്കെ വന്ന് രേണുവിൻ്റെ 50, 100, 200, 500 ഒക്കെ വാങ്ങിച്ചെന്ന്. അന്ന് പിന്നെ കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് വാങ്ങിച്ച്. അന്നാരെങ്കിലും ഉണ്ടോ? അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷമല്ലേ രേണു പിച്ച കാശ് കൊടുക്കണത് തന്നെ. പിന്നെ രേണുവിൻ്റെ കടമയല്ലേ. അയ്യോ, അതിനു വേണ്ടി എന്താ അവിടെ കിടന്നതിന് വേണ്ടി അനുഭവിച്ച് പണ്ടാരം അടങ്ങി. അതിനകത്ത് റൂമിനകത്ത് വെള്ളം പോലും ആ വീട്ടിൽ കൊടുക്കാതെ അതിനകത്ത് ഇട്ടിരുന്നു. ശ്രുതി ഉള്ളപ്പോൾ ഒളിച്ചും പാത്ത് എവളെ പേടിച്ചിട്ട് കൊണ്ടുവന്ന് ആ മകന് വെള്ളവും ആഹാരവും കൊടുക്കുമായിരുന്നു. എവളും തങ്കപ്പൻ ചേട്ടനും എല്ലാവരും കൂടെ അടിക്കുമായിരുന്നു കൊടുക്കണേന്, ആഹാരം കൊടുക്കണേന്. അതൊരുപാട് അനുഭവിച്ച് തന്നെ അത് കിടന്നത്. ശ്രുതി മരിച്ചതിന് ശേഷം അതിനകത്ത് കിടന്ന് അനുഭവിച്ച വേലകളൊക്കെ അത് പറഞ്ഞ് നിങ്ങൾ എല്ലാവരും കൂടെ ചെയ്ത് കൂട്ടിയത്. അതിന് ആഹാരവും കൊടുക്കാതെ മോന്തയും വലിച്ചിറക്കി അതിനിട്ട് പ്രവർത്തികളൊക്കെ ഓരോന്ന് ചെയ്തത്. പറയച്ച ബാക്കി ഇറങ്ങും നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 10, 22, 23 വയസ്സില്ലേ. സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ, അത്രേ. അല്ല, സ്വന്തം കാര്യം നോക്കാതെ പിന്നെന്തിനാ അവൻ കാര്യം നോക്കണോ? അവന് 10, 21 വയസ്സായി. ഇനി അവൻ സ്വന്തം കാര്യം തന്നെ നോക്കണം. അല്ല രേണുവിൻ്റെ പിച്ചക്കാശ് കൊടുത്തിട്ടാണ് അവൻ ഇപ്പം നിൽക്കണത്. അവൻ സ്വന്തമായിട്ട് തന്നെ നിൽക്കണത്. ഇതിപ്പോൾ വേറെ ഒന്നുമല്ല, രേണുവിനും തങ്കപ്പൻ ചേട്ടനും എല്ലാവർക്കും അസൂയ മൂത്ത് കിടക്കുകയാണ്. കിച്ചു ഇപ്പം അത്യാവശ്യം ക്യാഷൊക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചു ശ്രമിക്കുന്നുണ്ട്. കിച്ചുവിന് ജീവിക്കണമെന്നുള്ള മനസ്സുണ്ട്. കിച്ചു ദുശീലങ്ങളൊന്നുമില്ല. ആ രേണുവിൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് അത് കിച്ചു പറയുന്നുണ്ട്. ആ സമയത്ത് അവന് മാനസികമായിട്ട് തളർന്ന് അതിൻ്റെ പേരിൽ അവന് ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പറയുന്നുണ്ടല്ലോ, അവയെല്ലാം പറഞ്ഞല്ലോ. ഇനി പറയാത്ത കാര്യം എന്താണ്? അഥവാ വേറെന്തെങ്കിലും ഉണ്ടായിരുന്ന രേണു ഇനി അങ്ങോട്ടാണ് കിച്ചുവിൻ്റെ അടുത്തോട്ട് ചെന്നിട്ടാണ് പറയുന്നതെങ്കിൽ, മോശമായിട്ടുള്ള രീതിക്ക് കിച്ചു കാണിച്ചു എന്ന് അങ്ങനെ പറയുന്നെങ്കിൽ അത് രേണു ജനങ്ങളിൽ ഇട്ട് കൊടുത്തതാണ്. മനസ്സിലായ? ജനങ്ങളുടെ രേണുവാണ് ഇട്ട് കൊടുത്തത്. അത് നിങ്ങൾ തങ്ങളിൽ പറയേണ്ട കാര്യമായിരുന്നു. തങ്ങളിൽ അമ്മയും മോനുമാണല്ലോ. എൻ്റെ വളർത്തു മോനെന്ന് പറയുന്നുണ്ട്. അപ്പം അമ്മയും മകനും ആകുമ്പോൾ ആ അമ്മയും മകനും അവിടെ വെച്ച് പറഞ്ഞു തീർക്കണമായിരുന്നു. അല്ലാതെ വന്നിരുന്നും കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി കാണിക്കുകയല്ല ചെയ്യണം. പിന്നെ അവൻ ചെയ്ത തെറ്റെന്ന് പറഞ്ഞപ്പോൾ രേണുവിന് അവൻ്റെ അടുത്ത് അസൂയ. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പം വൃത്തികേടുകൾ കാണിച്ചു. ശരീരഭാഗങ്ങളെല്ലാം വെളിയിലിട്ട് കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ മകൻ ഇഷ്ടപ്പെട്ടില്ല. നാക്കുകൊണ്ടും ചുണ്ടുകൊണ്ടും ഒക്കെ വല്ലാത്ത ആക്ഷനൊക്കെ കാണിച്ചു. അത് ആ മകൻ 21 വയസ്സായില്ലേ, ആ മകൻ ഇഷ്ടപ്പെട്ടില്ല. അമ്മ അങ്ങ് നിർത്തുമെന്ന് പറഞ്ഞു. ഇത് ഇനി എങ്ങനെ അങ്ങ് ചെയ്യരുത്. അത് ആ ഇളയ മകൻ വളർന്ന് വരെയല്ലേ. കിച്ചുവിൻ്റെ കാര്യം വീട് പോട്ട്. അവൻ പറഞ്ഞതെന്താണ്? ഋതപ്പൻ വളർന്ന് വരെയാണ്. ഋതപ്പൻ്റെ അത് തന്നെ സ്കൂളിലൊക്കെ കാണും കുട്ടികൾ. അപ്പം ആ മകന് അവന് വിഷമമില്ലേ? അവൻ കുറച്ചുകൂടെ കഴിയുമ്പം രേണുവിൻ്റെ ഈ വീഡിയോയൊക്കെ അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ഋതപ്പനും എടുത്തു വെച്ച് കാണുമ്പോൾ രേണുവിൻ്റെ മുതുവഴിക്ക് തരും. അപ്പോഴന്ന് ചിന്തിക്കും, കിച്ചു പറഞ്ഞതുള്ളതാണ്. ഇപ്പം രേണു കൂട്ടാളികളെ ബാക്കിൽ നിർത്തിയിട്ട് ശാരികാമ്മയൊക്കെ നിർത്തിയിട്ട് ഓരോന്ന് പറയിപ്പിക്കുന്നുണ്ടല്ലോ കിച്ചുവിനെ. അപ്പം അവന് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നൊരു തോന്നൽ കൊണ്ടാണ് രേണു ഇത് ചെയ്യിക്കണത്. ഇപ്പം പോരെങ്കിൽ ഇത് അച്ഛനെ കൊണ്ടും കൂടെ പറയിപ്പിക്കണം കിച്ചുവിനെതിരായിട്ട്. പോട്ട്, നമുക്കിനി അച്ഛൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാം. അച്ഛൻ ആദ്യം എവരുമായിട്ട്, അതായത് രേണു കുടുംബവുമായിട്ട് എതിർപ്പായിരുന്നു. കിച്ചുവിൻ്റെ സൈഡായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം എന്താ അച്ഛൻ മറുകണ്ഠം ചാടി. അതാണ് ഞാൻ പറഞ്ഞ മയക്ക് പൊടി എന്തോ കൊടുത്തു. ഷൂ ഇതര ഊതിയിട്ട് എന്നും പോകുന്നുണ്ട് അവിടെ പ്രാർത്ഥനയ്ക്ക് സുധീലയത്തിൽ രേണുവിൻ്റെ അടുത്ത്. അപ്പം പ്രാർത്ഥിച്ച് അച്ഛൻ എന്ത് പറ്റിയാ എന്തോ അച്ഛൻ എന്താ മറുകണ്ഠം ചാടി. ഇതിപ്പോൾ ആദ്യം പറഞ്ഞ വാക്ക് നേരത്തെ പറഞ്ഞത് ഇപ്പം മറുകണ്ഠം ചാടിയിട്ട് വന്നിരുന്ന് പറയണം. അപ്പം നമുക്ക് ആദ്യം പറഞ്ഞതൊന്ന് കേൾക്കാം. സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോൾ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ?
ഏത് കൽപ്പന ചേച്ചിയാണെന്നും എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ? ഇതൊക്കെ കണ്ട് മലയാളികൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കട്ടെ. ഇതൊക്കെ കണ്ട് വോട്ട് ചെയ്തിട്ട് ഇതുപോലെ പലരെയും വലിച്ചു കയറാൻ വേണ്ടി ജയിപ്പിച്ച് വിന്നറാക്കി ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. പ്ലാന്തോട്ടംകാർക്കും മാടപ്പള്ളിക്കാർക്കും ചങ്ങനാശ്ശേരിക്കാർക്കും. എവളെ കൊണ്ട് പൊറുതി മുട്ടിയായിരുന്നു അച്ഛ അന്ന് അവിടെ കിടന്നത്. നമ്മളെ ഫാദർ കിടന്നത്. ശരിയാണ്. കയറി ചെന്നിട്ട് സുധിയേട്ടാ ഞാൻ വന്നു കണ്ട അന്ന് പറഞ്ഞ വാക്കാണ് നമ്മളെ ബിഷപ്പ്. ഇപ്പം എന്താ ബിഷപ്പ് നേരെ കൊണ്ട് തിരിഞ്ഞു. ബാക്കി കേൾക്കാം. അഭിമാനമാണ്. ഞാൻ ഒരു 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 പ്രേക്ഷകൻ എന്ന രീതിയിലാണ് കേട്ടോ, ഏഷ്യാനെറ്റ് കാണുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ പറയുവാണെങ്കിൽ രേണു സുധിയുടെ ഏറ്റവും വലിയ നാടക നടിയല്ലേ ആണ് നാടക നടിയാണ്. നാടകത്തിൽ നിന്ന് വെച്ചാണ് കയറ്റം കയറി പിന്നെ ആൽബം എന്നും പറഞ്ഞ് നമുക്കറിയാമല്ല. പഴംപൊരി ദാസനും പ്രതീഷും മറ്റേ അവനെന്തോന്ന് കോഴി എല്ലാണെന്നും കൂടെ രേണുവിനെ എടുത്ത് പൊക്കണതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് നാടകത്തിൽ നിന്നാണ് രേണു കയറിയത്. ഇപ്പോഴും രേണു അഭിനയിക്കുകയാണ് എന്നാണല്ലോ അവരെല്ലാവരോടും പറയുന്നത്. ഞാൻ അവരുടെ നാടകം കണ്ടിട്ടില്ല. എൻ്റെ പൊന്നച്ചോ സുധീന്ന് വിളിക്കാതിരി. രേഷ്മാപ്പി തങ്കച്ചൻ ആ ബിഷപ്പല്ലേ ഈ ബിഷപ്പ് അല്ലേ? കണ്ടിട്ടങ്ങനെ തോന്നണം. അപ്പം നമുക്ക് ബാക്കി കേൾക്കാം. രേണുവിനെ പൊളിച്ചെടുക്കാൻ ദൈവം എന്നെ അവതരിപ്പിച്ചിറക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ആ രേണുവിനെ ബിഗ് ബോസിൽ കൊണ്ടുപോയി. 100 ദിവസം രേണു അവിടെ നിൽക്കണം. 100 ദിവസം രേണു സുധി ബിഗ് ബോസ് ഹൗസിൽ നിർത്തണം അവരെ അവിടെ. അപ്പൊ അച്ഛന് ബിഗ് ബോസിൽ കൊണ്ടുപോകണ പണിയുണ്ടായിരുന്ന രേണുവിനെ കൊണ്ടുപോയ നമ്മളെ ബിഷപ്പാണ് നിർത്തി തേഞ്ഞൊട്ടി വിന്നായിട്ടേക്കും പോരട്ടെ. അത് അവര് കപ്പും കൊടുത്തേക്കും വിടട്ടെ. നല്ല തേഞ്ഞൊട്ടല്ലേ കേട്ടാ. നിർത്തി തേഞ്ഞൊട്ടി ഇതുപോലെ കളിയാക്കിയ നമ്മളെ അച്ഛനാണ് വന്നിരുന്നും കൊണ്ട് ഈ പറയണത്. കള്ളം പറഞ്ഞ് തെളിയിക്കണം. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, തങ്കച്ചനെ ഓർത്ത് കാര്യം. നാടകം അന്ന് കിച്ചുന്ന് വിളിച്ചു. ഇപ്പൊ പറയണത് തന്നെ രാഹുൽ ദാസ്. ഇപ്പൊ രേണു സുധി. അന്ന് രേഷ്മ തങ്കച്ചൻ. പിന്നെ രേണു ഒന്നും വിളിക്കുമായിരുന്നു. അയ്യോ ഒത്തടത്തൊത്ത് പറയാൻ അച്ചോ സമ്മതിച്ചു. ഇത് തന്നെ കൊടുത്തു. കിച്ചുവിനെ ഓർത്ത് കാര്യം, ഋതപ്പനെ ഓർത്ത് കാര്യം, എല്ലാവരും ഓർത്ത് കാര്യം. നാടകം 100 വട്ടം വേണേലും ഞാൻ നാടകം എന്ന് പറയും. എന്നോട് ചോദിച്ചാൽ ഉത്തരം അത്രേ ഉള്ളൂ. ഇപ്പോഴും പറയണം ചെന്ന് നിന്നിട്ട് അവിടെ കയറി വടയും ചായയൊക്കെ കുടിക്കുമ്പോഴേ ഇപ്പോഴും പറയണം നീ നാടക നടിയല്ലേ നാടകം എന്ന് പറയണം കേട്ടാച്ചോ. കാരണം ഇവര് ഷൂട്ടിന് പോകുമ്പം കിച്ചുവിനെ കൊണ്ടുപോകുന്നില്ല, ഋതപ്പനെ കൊണ്ടുപോകുന്നില്ല, കുഞ്ഞമ്മയെ കൊണ്ടുപോകുന്നില്ല. കുഞ്ഞമ്മയാന്നല്ലോ അവരുടെ അമ്മ. ഇവര് ഷൂട്ടിന് പോകുമ്പോൾ ഇവിടുന്ന് ഒരു ഓട്ടോയെ കയറുന്നു, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിനെ കയറി അവർ ഷൂട്ടിന് പോകുന്നിടത്തൊക്കെ പിന്നെ മൊബൈലിൽ കൂടെ നമുക്ക് പിന്നെ എല്ലാവരെയും ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോയ രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. തങ്കമ്മച്ചിയും തങ്കച്ചനെ ആരെയും കൊണ്ടുപോകൂല, കിച്ചുവിനെ കൊണ്ടുപോകൂല, ഋതപ്പനെ കൊണ്ടുപോകൂല എന്നൊക്കെയാണ് പറയണ. ഇവിടെ സുധി ഉള്ള സമയത്ത് തന്നെ രേണു സുധി ഷൂട്ടിന് പോകുമ്പോൾ സ്റ്റാർ മാജിക്കിലും ഇതിലൊക്കെ പോകുന്ന സമയത്ത് രേണു കിച്ചുവിനെ കൂടെ വിടൂലായിരുന്നു. അതായത് സുധീരെ കൂടെ, അച്ഛൻ്റെ കൂടെ മകനെ വിടൂല. അത്രയ്ക്കായിരുന്നു രേണു. അങ്ങനെ പിടിച്ചു വെച്ചിരുന്നു രേണു. അതുപോലെ തന്നെയാണ് അന്ന് സംഭവിച്ചതും. അവസാനം ലാസ്റ്റ് സുധി മരിക്കണേൻ്റെ തലേ ദിവസമാണ് ഈ സംഭവം. രേണു സുധിയും തമ്മിൽ ഭയങ്കര വഴക്കായി. ഈ മകനെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. എന്തിനാണ് വഴക്ക്? മകനെ ഷൂട്ടിന് പോകുമ്പോൾ കൊണ്ടുപോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് രേണു അവിടെ പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് അച്ഛൻ വന്നിട്ട് മകൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നീ ഇന്ന് വരണ്ട എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ആ വഴക്ക് ആ മകൻ കേട്ടോണ്ട് കിടക്കുകയാണ്. അത് എന്ത് വേദന ഉണ്ടായിട്ടുണ്ട് അതിന്. കൂടെ പൊയ്ക്കൊണ്ടിരുന്ന മകനാണ്. അവനുണ്ടായിരുന്ന ആകെ ഒരു സന്തോഷം അതായിരുന്നു, അച്ഛൻ്റെ കൂടെ ഷൂട്ടിന് പോണത്. എന്നിട്ട് എവള് വിലക്കി പോവരുതെന്ന്. അതിലാണ് അത് സംഭവിച്ചത്. അന്ന് പോയിട്ടാണ് എന്തുകൊണ്ട് രേണു അത് വിലക്കി മകനെ അന്ന് പോണ്ട എന്നുള്ളത്. അതുകൊണ്ട് സുധി വന്നിട്ട് കിച്ചുവിൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഇന്ന് നീ വരണ്ട എന്ന് പറഞ്ഞു. അന്ന് രാത്രിയാണ് പോയിട്ട് പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് അറിയണ ഇതുപോലെ ആക്സിഡൻറ്റിൻ്റെ കാര്യം. അതെങ്ങനെ സംഭവിച്ച് അപ്പോൾ എല്ലാം കൂടെ കൂട്ടി യോജിക്കുമ്പോൾ വരണ്ട എന്ന് പറഞ്ഞു. അവൾ അവിടെ വഴക്ക് നടത്തി കിച്ചുവിനെ കൊണ്ടുപോകരുതെന്ന്. അപ്പോൾ കിച്ചുവിനെ കൊണ്ടുപോയ പദ്ധതികളൊക്കെ പൊളിയും എന്നുള്ളത് കൊണ്ടാണോ? പക്ഷെ ആരും വേറൊരു രീതിക്ക് അന്വേഷണം പോയില്ല. പക്ഷെ നല്ലതുപോലെ അത് അന്വേഷിക്കണമായിരുന്നു, എന്താണ് സുധിക്ക് സംഭവിച്ചത് എന്നുള്ളത്.
വീഡിയോ കോൾ ചെയ്യാമായിരിക്കാം. ഇപ്പം അതിൻ്റെ അകത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല, കാരണം മൊബൈലില്ല. അതിൻ്റെതായിട്ടുള്ളൊരു വിഷമം ഉണ്ടെന്നുള്ളതല്ലാതെ ഇവരെയൊക്കെ വിളിച്ച് തത്തമ്മയെ നോക്കി കരഞ്ഞു. കണ്ണില്ലാത്ത തത്തമ്മയോട് പറഞ്ഞു, എന്താ ഈ കണ്ണും ഇതൊന്നും ഇല്ലാത്തതിൻ്റെ അടുത്ത് വന്ന് എന്തോ ഇരിക്കാനാന്ന്. നിങ്ങൾ കേട്ടതാ, ഞാൻ ഇതിന്റെ ക്ലിപ്പിംഗ്സ് കേൾക്കുന്നുണ്ടല്ലോ. കണ്ണില്ലാത്ത തത്തമ്മേ, എൻ്റെ തത്തമ്മേ, സൂചേട്ടാ ദിവസവും ഇതായിരുന്നു എൻ്റെ തത്തമ്മേ. അതാണ് ഫാദർ പറയണത്, ബിഷപ്പ് പറയണത്. തത്തമ്മയ്ക്ക് കണ്ണും മൂക്കൊന്നുമില്ല, തത്തമ്മയ്ക്ക് കണ്ണില്ല. ആ തത്തമ്മ എൻ്റെ തത്തമ്മേ. പിന്നെ നേരം വെളുത്ത് എഴുതിച്ചിട്ട് പറയും, എൻ്റെ അമ്മച്ചീര ബിസ്ക്കറ്റ്, എൻ്റെ അമ്മച്ചീര ബിസ്ക്കറ്റ്. സഹിക്കാൻ വയ്യാഞ്ഞിട്ട് ബിഗ് ബോസേ എന്നെ ഒന്ന് കൊണ്ടുപോ, എനിക്ക് നിൽക്കാൻ വയ്യ ബിഗ് ബോസേ, ഞാൻ ഇറങ്ങിപ്പോണ് എന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് കാണാം നമ്മളെ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ട്, രേണു ഇനി ബാ, പെട്ടിയും കിടക്കയൊക്കെ എടുത്തോ ഇറങ്ങിപ്പോ. രേണു പക്ഷേ അവിടെ ജനങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയാണ് അവിടെ ഇങ്ങനെ പറഞ്ഞത്, വോട്ടിന് വേണ്ടിയിട്ടാണ് രേണു ഇതേ കണക്ക് അഭിനയിച്ചത്. പക്ഷേ രേണു വിചാരിച്ചില്ല അപ്പോഴേ രേണുവിനെ ഇറക്കി വിടുമെന്ന്. അങ്ങനെ രേണു പെട്ടിയും കിടക്കയും ഒക്കെ എടുത്തും കൊണ്ട് വെളിയിൽ പോവുകയാണ് ചെയ്തത്. പിന്നെ രേണു ബിഷപ്പാമ്പേന്ന് വിളിച്ച മറന്ന നമ്മളച്ഛനെ ബിഷപ്പാമ്പേന്ന് ഒരു ലൈവിൽ അങ്ങണ്ടാണ് സജീനായും രേണുവും കൂടെ ഇരുന്നു. അയാൾ ബിഷപ്പല്ല വിഷപ്പാമ്പാണെന്ന് രേണു എന്നെ വിളിച്ചത്. അപ്പം രേണു ഇപ്പം വന്നിരുന്നും കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഹോസ്പിറ്റലിലായിരുന്ന സമയത്തുള്ള കാര്യങ്ങൾ. നമസ്കാരം, രേണു സുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. വിശ്വസിച്ച് നമ്മളെല്ലാവരും വിശ്വസിച്ച്, ഈ ജനങ്ങളെല്ലാവരും രേഷ്മ പി തങ്കച്ചൻ പറയണത് വിശ്വസിച്ച് കേട്ടാ. ബാക്കി പറയാം. അതുപോലെ അത് ആ ഒരു പിക്ക് പിക്കാണ്, ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ്. ഞാൻ ഇനി എന്ത് തണ്ടിത്തരം കാണിച്ചിട്ട് AI എന്നങ്ങ് AIയിലങ്ങ് ഒതുക്കിയാൽ മതിയല്ലോ. സീമാജി നായരും രേണുവും കൂടെ നിന്നും കൊണ്ടുള്ള ഫോട്ടോ കണ്ടതാണ്. അത് ഇപ്പം AI ആണെന്ന്. ഇനിയിപ്പോൾ എന്ത് തണ്ടിത്തരം കാണിച്ചാലും AIയിലങ്ങ് ഒതുക്കുകയാണ് ആളുകൾ. അതുപോലെ അത് ആ ഒരു പിക്ക് പിക്കാണ്, ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, IC കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടറിയാം ആണെന്ന്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ, ആരെ ICUവിൽ കയറ്റത്തൊന്നുമില്ല. കിച്ചു രേണുവിന് സുഖമില്ല എന്ന് അറിഞ്ഞപ്പോൾ ആരോ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ട ഉടനെ തന്നെ കിച്ചു വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് രേണുവിൻ്റെ ചേച്ചിയായ രമ്യയാണ് എടുത്തിട്ട് കിച്ചുവിനെ വഴക്ക് പറയുകയാണ് ചെയ്തത്. കിച്ചുവിന് നല്ല വഴക്ക് കൊടുത്ത് വിളിച്ചേന്, കാണാൻ പറ്റൂല, വരണ്ടെന്നുള്ള രീതിക്കൊക്കെ കിച്ചുവിന് നല്ല ഭീഷണി ഉണ്ടായി. രേണുവിൻ്റെ ഫോൺ കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല. രേണു ആരെയെല്ലാം കിടന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം തന്നെ ബിഗ് ബോസിലുള്ളവരെ മൊത്തത്തിൽ അറിയിച്ച്, ജനങ്ങളെ മൊത്തം അറിയിച്ച്, ദിവസവും ഇങ്ങനെ വന്നിരുന്നും കൊണ്ട് രേണു ഓരോന്ന് വീഡിയോ ഇങ്ങനെ ഇടുന്നുണ്ട്. കിച്ചുവിൻ്റെ കാര്യം, അതായത് നിൻ്റെ സ്വന്തം മകനല്ല, ശരിയാണ്, സുധീയുടെ മകൻ, നിൻ്റെ ഭർത്താവായിരുന്ന സുധിയുടെ മകൻ, ആ ഒരു മകനെ പറ്റി വന്നിരുന്നും കൊണ്ട് ഇത്രയും അനാവശ്യം ജനങ്ങളെ മുന്നിൽ രേണു പറഞ്ഞു കൊടുക്കുന്നില്ലേ? എന്തെല്ലാം ആ കുട്ടിയെ പറ്റി പറഞ്ഞു കൊടുക്കണത്? അപ്പോൾ രേണു എന്തുകൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പറഞ്ഞില്ല കിച്ചു വിളിച്ചിരുന്നു എന്ന്? അതെന്ത് രേണു പറയാതെ ബാക്കിയുള്ള കാര്യങ്ങൾ രേണു ഇരുന്നുകൊണ്ട് പറയല്ല. കിച്ചുവിനെ മോശക്കാരനാക്കി ജനങ്ങളെ മുന്നിൽ ഇട്ട് കൊടുക്കുമല്ല. അപ്പോൾ എല്ലാവരും കൂടെ കിച്ചുവിനെ വലിച്ചു കീറണം, അതാണ് ചെയ്തത്. അതാണ് രേണുവിൻ്റെ കുടുംബം കൂടെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് വന്നിരുന്ന് പറഞ്ഞ് എത്ര 11 വയസ്സ് തൊട്ട് നോക്കിയതാണ്, വിളിച്ചില്ല, കണ്ടില്ല, വന്നില്ല എന്ന്.